ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുതേ. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എൻ മനമേ അവരുടെ യോഗത്തിന് പോകരുതേ. എന്തുകൊണ്ടെന്നാൽ നീ രക്ഷിക്കപ്പെട്ടു പോയാ ഞങ്ങൾക്ക് നഷ്ടം വരും. അവരുടെ യോഗത്തിന് പോകരുതേ. ഇങ്ങനെ കാതും കഴുത്തും കറിച്ച കുറെ പെണ്ണുങ്ങളും മീജ പഠിച്ച കുറെ ആണുങ്ങള് ലഘുലേഖ കാണിയും കയ്യാട്ടിയൊക്കെ വിളിച്ച് നിങ്ങളെ ആ യോഗത്തിന് വിളിക്കും. സത്യസഭാ വിശ്വാസികളെ, നിക്ക് ആ പ്രമാണത്തിൽ നിൽക്കുന്നവരെ, നിങ്ങളവരുടെ യോഗത്തിന് അവരുടെ യോഗത്തിന് പോകരുത്. ചോദിച്ചാൽ എന്നാ ഒരു പരുങ്ങൽ പോലെ, ഒരു ചെറിയ പേടി പോലെ. തല്ലുകൊള്ളുകയാണെങ്കിൽ പകുതി ഞാൻ തരും, മൊത്തം ഞാൻ കൊണ്ടുപോകുകയല്ല, പകുതി ഞാൻ തന്നേച്ചേ പോകുള്ളൂ. ദൈവത്തിന് മഹത്വം. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ പുതിയ വഴക്ക് എടുക്കുന്നില്ല, ഉള്ള വഴക്ക് വിടുന്നില്ല. അപ്പം ഉള്ളതിപ്പം വിടുന്നില്ല, പുതിയതിപ്പം എടുക്കുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ലേവിയ അപ്പൻ പണ്ട് പ്രാഗി. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന്. അപ്പൊ എന്ന് പറഞ്ഞ അതിന് കാര്യമുണ്ട്. ഇവര് പണ്ട് ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നു. കാരണം ഇവരുടെ പെങ്ങള് പണ്ട് ഒരു കോളേജിന്റെ വൺ ഡേ പ്രോഗ്രാമിന് പോയതാ. എനിക്ക് നമ്മൾ മോഹിനിയാട്ടം ആണെന്ന് വന്നൊരു ഡൗട്ടുണ്ട്. അതാണല്ലോ മോഹിനിയാട്ടം. 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവള് ഒരു നടനത്തിന് പോയി, പക്ഷേ ശേഖേം അവളെ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ ശേഖേം പൗരന്മാരുമായിട്ട് അപ്പൻ ഉടമ്പടി ചെയ്തു. ഉടമ്പടി ലംഘിച്ച് ശിമയോൻ ലേവി അവരെ വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ യാക്കോബ് പറഞ്ഞു, ഈ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചെന്ന്. അതുകൊണ്ട് അപ്പൻ മരിക്കാൻ നിർത്തി ലേവിയെ പ്രാഗി. ശിമയോനെ ലേവിയെ ഇവരുടെ യോഗത്തിന് പോക എന്ന് പറഞ്ഞാൽ ലേവി യോഗം വെച്ചാൽ പോകരുത്, നമ്മുടെ യോഗത്തിന് ലേവിയെ വിളിക്കരുത്. അങ്ങനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അന്ന് മുതൽ ലേവി യോഗം വെച്ചാൽ ഇവരാരും പോകുകയില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല. പക്ഷേ ലേവി എതിർത്തില്ല, ഉടക്കിയില്ല. ലേവിക്ക് മനസ്സിലായി സാഹസക്കാരായതുകൊണ്ട് ആ പരിവക്കേടാം. അപ്പം ചരിത്രമൊക്കെ പറഞ്ഞത് ലേവി അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ തെറ്റിപ്പോയി, എടുത്തിയാട്ടം വന്നു, പോഷത്വം വന്നു, അപ്പൻ്റെ അനുവാദമില്ലാതെ ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്ന് ശരിയാ, ഞാൻ ഈ വാളെടുത്ത് വേണ്ടാതീനം കാണിച്ചു, അതുകൊണ്ട് ക്ഷമിക്കണം, മാപ്പാക്കണം. എൻ്റെ യോഗത്തിന് അവർ വരുന്നുമില്ല, അവരുടെ യോഗത്തിന് എന്നെ വിളിക്കുന്നുമില്ല. പക്ഷെ ഒരു കാര്യം, എന്നെ തള്ളിക്കളയരുത്, ഒരവസരം തരണം, ഒരവസരം തരണം. എന്തിനേറെ ദീർഘനാൾ കൊണ്ട് പ്രാർത്ഥിച്ചിങ്ങനെ ലേവി അവസരം നോക്കി നിൽക്കുമ്പോൾ പൗലോസ് പറയുകയാ, ദുഷ്കാലമാ സമയം തക്കത്തിൽ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരട്ടെ. അപ്പൊ ലേവി കണ്ണു കാണിച്ചടാ, പ്രാർത്ഥനയുടെ മറുപടിയാ, അവസരം ദൈവം ഒരുക്കുക, കയറി ചാടി വരാൻ പറഞ്ഞു. ലേവി മുഴുവൻ ചാടി വന്ന് വേറെ ആരും വന്നില്ല. മോശ പറഞ്ഞു, വെട്ടിക്കോ. ലേവി ഒരറ്റം മുതൽ അറിഞ്ഞു. ഒന്നാമത് യോഗത്തിന് വിളിക്കാത്തന്റെ അരിജവുണ്ട്, ഇവന്മാര് വിളിക്കാത്ത തകരിക്കാത്തന്റെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ നല്ല കീച്ചി ഒരറ്റം മുതൽ അറിഞ്ഞു പിടിച്ചു. ഇത് ദൈവം അങ്ങ് നീതിയായിട്ട് കണക്കിട്ടിട്ട് ദൈവം 2-3 കാര്യം പറഞ്ഞ് പെട്ടെന്ന് വായിച്ചു നിർത്തുമോളെ. ലേവി ചെയ്ത സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോ ദൈവം എന്നാ പറഞ്ഞ, ആവർത്തനം 33:8 മുതലുള്ള വാക്യം വായിച്ച, ആവർത്തനം 33:8 മുതൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച ലേവിയെ പറ്റി എന്നാ പറഞ്ഞ വായിര്. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത് നിന്റെ തുമ്മീമും ഊറിയുമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു, നീ മസയെങ്കിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാനവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. വാളങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പനാന്നോ അമ്മയാന്നോ സഹോദരനാന്നോ പിള്ളേരാണോ എന്നൊന്നും ഓർത്തില്ല. എന്നിട്ട് ഇവൻ വാളെടുത്തതിനെ പറ്റി പറയാം. അടുത്ത വാക്യം, നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം മതി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക് വരാൻ പറഞ്ഞപ്പോൾ ലേവി ചാടി വന്ന് വാളെടുത്ത് സമയം തക്കത്തിൽ ഉപയോഗിച്ചിട്ട് പറയുക, അപ്പനോ അമ്മയാണോന്നും നോക്കിയില്ല, പിള്ളേരൊന്നും കണ്ടില്ല, സഹോദരനാണോ നോക്കിയില്ല, വാളെടുത്ത് വെട്ടി. ഇങ്ങനെ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞ ലേവിയെ പറ്റി അടുത്ത വാക്യം വായിര്.
അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന്റെ ന്യായപ്രമാണവും ഉപദേശിക്കും. വേറെ വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്തിണക്കി പാട്ടുമൊക്കെ പാടി പറയേണ്ടത് മുതിരുന്നില്ല. വാക്യം വായിച്ചങ്ങ് നിർത്തുക. തക്ക സമയത്ത് ലേവി ഉപയോഗിച്ചത് കൊണ്ട് ലേവിയെ പറ്റി പ്രമാണം കൊടുക്കുക. ഒന്നുകൂടെ വായിച്ചേ മോളെ, ഇപ്പം വായിച്ച വാക്യം. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന്റെ ന്യായപ്രമാണവും ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ശാബത്തെ അനുഗ്രഹമാക്കി വെച്ച് പറയുക, ലേവിയെ നിങ്ങൾ വിളിക്കത്തില്ലായിരുന്നല്ലോ, നിങ്ങളും വിളിക്കത്തില്ല, പുള്ളിയുടെ യോഗത്തിന് നിങ്ങളും പോകും. ഇനി ഒരു കാര്യം ചെയ്യുക, ലേവി നിങ്ങളെ ഉപദേശിക്കും. നിന്റെ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കും. നിന്റെ കെടുതിയെ ഇന്ന് രാത്രി ദൈവം മാറ്റും. നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി പരിഹാരം വരുത്തും. അടുപ്പിക്കരുതെന്ന് പറഞ്ഞവനെ പറ്റി ദൈവം പറയാ, ഇനി അവനായിരിക്കും ഉപദേശിക്കുന്നത്. ദൈവം ചെയ്യുന്ന കണ്ടോ. മാത്രം അടുത്ത വാക്യമുണ്ട്, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. ലേവിയുടെ ധനത്തെ ഞാൻ അനുഗ്രഹിച്ചു. അവന്റെ വൈരിക ശത്രുക്കളെ അരതകർക്കണം. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തോ സാധിച്ചു. അവൻ പ്രമാണം കൊടുത്തു വെച്ച് പറഞ്ഞു, ഇവനായിരിക്കും ഇനി ഉപദേശിക്കുന്നത്, ഇവനായിരിക്കും ഇനി ആലോചന പറയുന്നത്. ഉപദേശം പ്രാപിക്കാൻ അവന്റെ അടുക്ക ചെല്ലണം. ദുഷ്കാലമാകിയാൽ സമയം. പുസ്തകം മടക്കിക്കോ, വായിക്കണ്ട. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. സമയം തക്കത്തിൽ ഉപയോഗിച്ച് വിശദീകരിക്കുന്നില്ല. ഒരു പോയിന്റ് കൂടെ പറയാൻ, 2 പോയിന്റ് ഇരിക്കട്ടെ. ഏതായാലും ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നു, നിങ്ങളും ബന്ധപ്പെട്ടാ വന്നേ. അപ്പം 1 പോയിന്റ് അല്ലല്ലോ, 2 പോയിന്റ് ഇരിക്കട്ടെ. നിങ്ങൾക്കും പോകുമ്പോൾ പറയാം, കുഴപ്പമില്ല, 2 പോയിന്റ് പുള്ളി പറഞ്ഞായിരുന്നു, വേറെ 2 ഉണ്ട്, അത് പിന്നെങ്ങാനും പറയാം. ഇത് തന്നെ ഇപ്പം അധികമായി, മതിയല്ലോ. ഒന്ന് ഗുണമാകാൻ 1 പോയിന്റ് മതി. പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ദൈവത്തിന് മഹത്വം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വായിപ്പിക്കുന്നില്ല. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബെഥാനിയിൽ വന്നു. മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു, മറിയ പാദപീഠത്തിലിരിക്കുന്നു, ലാസർ പന്തിക്കുണ്ട്, ധാരാളം ആൾക്കാരുമുണ്ട്, യേശുവും ശിഷ്യന്മാരുമുണ്ട്. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ മറിയ അകത്ത് എന്ന് ഒരു ഭരണി സ്വച്ഛ ജഡമാംസി തൈലമെടുത്ത് പൊട്ടിച്ച് അവിടുത്തെ തൃപ്പാദത്തിൽ പൂശി തലമുട കൊണ്ട് തോർത്തി. തൈലത്തിൻ്റെ സുഗന്ധം വീട് മുഴുവൻ. അന്നേരം പ്രഷാറിരിപ്പുണ്ട്. പുള്ളി മണമടിച്ച ഉടനെ കണക്ക് കൂട്ടി, 300 വെള്ളിക്കാശ്. മണമടിക്കുമ്പോൾ കാര്യം, ഇന്ന് ബീഫാന്നാ തോന്നുന്നത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക, ബീഫാന്നു. മറ്റേ പുള്ളി ബീഫല്ല, ചിക്കൻ. ഹല്ലേലൂയ. മണമടിക്കുമ്പോൾ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഇസ്കറിയോത്ത യൂദ മണമടിച്ച പറഞ്ഞ് 300 വെള്ളിക്കാശ്. ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കായിരുന്നു. ദരിദ്രന്മാരുടെ അനുകമ്പ ഉണ്ടായിട്ടല്ല, എഴുതിയിട്ടുണ്ട്. 1 ഇവൻ കള്ളനാ, 2 പണസഞ്ചി അവന്റെ പക്കല, 3 എല്ലാ ദിവസവും അടിച്ചു മാറ്റുമായിരുന്നു. അപ്പൊ ഈ 300-ന് വിറ്റ് കിട്ടുക, 300 ഇട്ട് ആഡ് ചെയ്ത് കണക്ക് അതൊക്കെയാ. അതുകൊണ്ടാ ഇവൻ 30 വെള്ളിക്കാശിന് 300 പണ്ട് തരാ. ഇയാൾ കാരണം 300 തരാഞ്ഞ. ഇയാളെ അന്നേ അവൻ ചിന്തിച്ച് ഒറ്റുവന്ന്, ഇയാൾ കാരണം എൻ്റെ 300 പോയത്. അപ്പം അവർ പുരോഹിതന്മാരോട് പറഞ്ഞു, എത്ര തരുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 30. അതിൽ കൂടുതൽ 1 രൂപ തരികയല്ല. ആ 30-എങ്കിൽ 30. ഇവൻ പണ്ട് 300 എനിക്ക് തട്ടിയവനാ. 30-എങ്കിൽ 30. അന്നേരം അവൻ സമ്മതിച്ചു. 30-എങ്കിൽ 30 ഉള്ളതാട്ടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കർത്താവ് അതിനുശേഷം 6 ദിവസം കഴിഞ്ഞ് പെസഹ, അന്ത്യത്താഴം, ഗതസമന പ്രാർത്ഥന വന്ന് പിടിച്ചു, വിസ്തരിച്ചു, ഒടുവിൽ പിറ്റേന്ന് ക്രൂശിക്കുക. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചു. മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമം പിടിതേക്കപ്പെട്ടവനായി, കണ്ണ് മൂടിക്കെട്ട് കന്നെ തടി കൊണ്ടവനായി, കാർക്കിച്ചു തുപ്പലേറ്റ് നിന്നയും പരിഹാസമേറ്റ് നമ്മുടെ കർത്താവ് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു. ക്രൂശിൽ മരിച്ചു. അവിടുത്തെ തിരുശരീരം ഇറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടൽ നിർമ്മലശലിയിൽ പൊതിഞ്ഞ് അരിമത്തിയിലെ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയിൽ കൊണ്ടടക്കി കല്ല് വെച്ച് മുദ്രയും വെച്ച് ഏതാണ്ട് 100 പടയാളികളെ കാവലേർപ്പെടുത്തി. സഹോദരിമാര് ചിലർക്ക് ഉറക്കം വന്ന് കാണുകയല്ല, അധികാലത്ത് എഴുന്നേറ്റു കല്ലറയിലോട്ട് പോവുക. എന്തിനാ പോകുന്നത്? പറ സഹോദരിമാര് പറ. സഹോദരി സമാജമുണ്ട് കല്ലറയിൽ, അതിനാണോ? പിന്നെ എന്തിനാ? ഉറക്കെ പറ. ഇങ്ങനെ വെച്ചാലൊന്നും എനിക്കറിയത്തില്ല. പറ.
എളുപ്പം പറയാമെങ്കിൽ പെട്ടെന്ന് പോകാന്ന്, ഇല്ലേ പിന്നെയും സമയം പോവുക. ഉറക്കെ പറ. സുഗന്ധവർഗം പൂശാൻ ആരൊക്കെയാ പോയത്? മത്തല്ല കാര്യത്തിൽ അറിയാം, പിന്നെ മറ്റേ അറിയാം, പിന്നെ എളുപ്പം പറ. ആട്ടെ 9:30 2 വരെയെങ്കിലും ഒപ്പിച്ച് തന്നല്ലോ. കല്ലറയിലോട്ട് പോയത് മറ്റന്നെ കാര്യത്തിൽ അറിയാം, മറ്റേ അറിയാം, സൂസന്ന, യോഗന്ന, ശലോമ, പിന്നെ ചില സ്ത്രീകള് ഒരുക്കിയ സുഗന്ധവർഗമായിട്ടാ പോകുന്നത്. പൂശാൻ ആരെ? പൂശാൻ യേശുവിനെ പൂശാൻ. കർത്താവ് ചിന്തിച്ചു പൂശിക്കാം. അപ്പൊ ചോദിച്ചു, നീ ആദ്യം പൂശണം. ഉടനെ പറഞ്ഞു, ഞാൻ തലയുടെ അവിടെ പൂശുള്ളൂ. ഉടനെ മറ്റേ മറിയ പറഞ്ഞു, ഞാൻ കാലിൻ്റെ അവിടെ പൂശും. അപ്പം സൂസന്നെ പറഞ്ഞു, ഞാൻ മൊത്തം ഒന്ന് പൂശാനിരിക്കുക. യേശു, ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും, യേശു ചിന്തിച്ചു പൂശിക്കാം. വെള്ളിയാഴ്ച പൂശുന്ന ഞാൻ കണ്ടതാ, വെള്ളിയാഴ്ച കണ്ടതാ പൂശുന്നത്. ചെന്നപ്പോ കല്ലും എല്ലാം ഉരുട്ടി മാറ്റി മണ്ടയെ ദൂതന് ഇരുന്നു. അകത്ത് കയറിയപ്പോ യേശുവിനെയും കണ്ടില്ല. പൂശാനൊത്തില്ല. എല്ലാവരും പൂശാൻ നടക്കുക. എന്ന് പൂശാൻ? അടുത്ത ആഴ്ച യോഗമുണ്ടോ പൂശാൻ? ഇന്ന് പൂശുന്നില്ല. ചോദിച്ചാൽ ഇനി എന്നാ യോഗം? എടാ ഇന്ന് പൂശ്. അടുത്ത ആഴ്ച നീ ഉണ്ടെന്ന് ആരറിഞ്ഞ്, ഞാനുണ്ടെന്ന് ആരറിഞ്ഞ്, ജോയിച്ചനുണ്ടെന്ന് ആരറിഞ്ഞ്, ഇനി ഈ സ്ഥലം ഉണ്ടെന്ന് ആരറിഞ്ഞു? സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. പൂശാനായിട്ട് എല്ലാവരും പോയി, പക്ഷെ പൂശ് നടന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്താം. മറ്റന്നക്കാരത്തി മറിയ, മറ്റേ മറിയ, യോഗന്ന, സൂസന്ന, ശലോമ, ഇവരെല്ലാം പോയി. പക്ഷെ ആ കൂട്ടത്തിൽ ബെഥാന്യയിലെ മറിയ ഇല്ലായിരുന്നു. നമ്മൾ പാട്ട് പാടുകല്ലേ, മക്തൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങെ തേടി വന്നു. ഞാൻ ഇങ്ങനെ അങ്ങ് പാടാം. മക്തൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങെ പൂശാൻ വന്നു. പൂശാനല്ലേ പോയെ? പൂശിയോ? ഇല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ആ കൂട്ടത്തിൽ ബെഥാനിയിലെ മറിയ ഇല്ല. കാരണം പറയാം. ബെഥാനിയിലെ മറിയ 6 ദിവസം മുമ്പ് പൂശി. അവള് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നപ്പം അവക്ക് മനസ്സിലായി. സ്തോത്രം. അവക്ക് മനസ്സിലായി. കാരണം ഇവൾ ഈ പാദപീഠത്തിലിരുന്ന് പോയിന്റ് എഴുതിയെടുക്കുന്നത് വളരെ ശരിയാ. പക്ഷെ ഈ എഴുതിയെടുത്ത പോയിന്റ് അല്ല ഇവള് വിശ്വസിച്ചു. നമ്മുടെ കയ്യിൽ ഒത്തിരി പോയിന്റ് ഉണ്ട്, പക്ഷെ ഒരു ഒറ്റ പോയിന്റ് നമുക്ക് പോയിന്റ് എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇന്നാളെ ഒരാൾ പറഞ്ഞു, എൻ്റെ ഇരിക്കുന്ന പോയിന്റ് പോലെ വേറെ ആരുടെയിലും അത്ര പോയിന്റ് എൻ്റെ, പക്ഷെ ഒന്നും വിശ്വസിക്കുന്നില്ല. മറിയ അങ്ങനല്ല. ഗുരുവിന്റെ തൃപ്പാദത്തിലിരുന്ന് കേൾക്കുന്നതെല്ലാം എഴുതി നോട്ട്. എൻ്റെ ചിന്തയാ, അത് മുഴുവൻ വിശ്വസിച്ചു. ഇവക്ക് മനസ്സിലായി ഗുരു ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 6 ദിവസം കഴിഞ്ഞാൽ പെസഹായ, അത് കഴിഞ്ഞ് അന്ത്യത്താഴം കഴിഞ്ഞ് ഗുരു പ്രാർത്ഥിക്കാൻ പോകും. റോമൻ പടയാളികളുടെ നേതൃത്വം പിടികൂടി ആ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും ക്രൂശിക്കാൻ ആക്രോശിക്കും. എൻ്റെ കർത്താവിനെ ക്രൂശിക്കും, ഒടുവിൽ കൊല്ലും. കർത്താവ് ജീവിച്ചിരുന്നപ്പോഴും പറഞ്ഞു മനുഷ്യപുത്രൻ മരിക്കും യോനാ മത്സ്യത്തിന്റെ ഉദരത്തിരുന്നത് പോലെ. അതൊക്കെ കർത്താവ് മറിയ ഇത് മുഴുവൻ വിശ്വസിച്ചു. അവർക്ക് മനസ്സിലായി. അപ്പം കർത്താവ് പറഞ്ഞല്ലോ മനുഷ്യപുത്രൻ പിടിക്കപ്പെടാൻ പോവുക, ഇനി അധിക നാളില്ല. മറിയ വിശ്വസിച്ചു. അവക്ക് മനസ്സിലായി പിടിച്ച് ക്രൂശിച്ച് കൊന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അന്തരീക്ഷം മാറും. എനിക്ക് ഈ തൈലവുമായിട്ട് ചിലപ്പോൾ ചെല്ലാൻ പറ്റിയെന്ന് വരികയല്ല, ചിലപ്പോൾ സഹോദരി സമ്മതിച്ചെന്ന് വരികയല്ല, ആങ്ങള ലാസർ പുള്ളി ചിലപ്പോൾ ഒത്തന്ന് ചിലപ്പോൾ മുഴുവൻ റോന്തി ചുറ്റുകല്ലേ. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഈ തൈലവുമായിട്ട് എന്ന് പൂശാൻ ചിലപ്പോൾ ഒത്തന്ന് വരികയല്ല. അതുകൊണ്ട് ഇപ്പത്തെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു, എൻ്റെ അടുക്ക വന്നിരുന്നു, പെരക്കകത്ത് തൈല ഒരു ഭരണിയുണ്ട്. ആമൻ ഇപ്പൊ തന്നെ പൊട്ടിക്കുക. അത് മുഴുവൻ പൊട്ടിച്ച് അവിടുത്തെ തൃപ്പാരത്തിൽ ഒടിച്ചെന്ന്
അവൻ മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇന്ന് രാത്രി സഹോദരി സമയം തക്കത്തിൽ ഉപയോഗിക്ക്, സഹോദര സമയം തക്കത്തിൽ ഉപയോഗിക്ക്. ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ തീരുമാനിക്ക്. ഈ രാത്രി അഭിഷേകത്തിൽ നിറയാൻ താല്പര്യപ്പെട്. നീ വേർപാട് പാലിക്ക്, വേർപെട്ട് ആരാധിക്ക്. ഇന്ന് രാത്രി ദൈവം നിന്നെ രക്ഷിക്കും. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. അവൻ ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല. ഒരു ശീല പാട്ട് പാടി കൈ അടിച്ച് പാടി ആരാധിച്ച് നമുക്ക് അങ്ങ് പിരിയാം. 2 ശീലേ പാടുന്നുള്ളൂ. കൈ അടിച്ച് ചേർന്ന് പാടി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല. നിങ്ങൾ ഇറങ്ങിപ്പോവും. ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. സ്റ്റേജിൽ ഇരിക്കുന്നവരൊന്ന് എഴുന്നേറ്റോ ഒക്കെ. നിങ്ങൾ താളക്കാരവിടെ ഇരിക്കുക. അല്ല, ഇവിടെ ചോദിച്ചാൽ മുതൽ ഇങ്ങോട്ടുള്ളവർ എഴുന്നേക്ക്. നിങ്ങളെല്ലാം അവിടെ ഇരുന്നാൽ മതി. ഇരുന്ന് പാടിയാൽ മതി. അല്ലെ എഴുന്നേറ്റ് അങ്ങ് പോകും. പിന്നെ അത്യാവശ്യം പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരാണ്. അപ്പം ഇരുന്നുകൊണ്ടങ്ങ് കൈയടിച്ച് പാട്. 2 ശീല് പാടിയാൽ മതി. ചേർന്ന് പാടി സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു. ഓ തീരാത്ത പാപ ജാതിയെയോ മാറാത്ത എല്ലാ ബലഹീനമോ തീരാത്ത പാപ ജാതിയെയോ അവേ മാറാത്ത. ചേർന്ന് ഓരോ കുരിശിൽ ചുമന്നു നിൻ അടിപ്പിണരാൻ വരുവീ ഈ നല്ല സമയ വൃഥാവാക്കാതെ നിന്റെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും സഹകരിച്ച് ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഒറ്റ മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റാട്ടെ. 1 മിനിറ്റ് ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ഉയർത്തി എല്ലാവരും ചേർന്ന് കരങ്ങളൊന്ന് വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെ. ഒരിക്കൽ കൂടെ. ഓ ഇന്നും എന്നേക്കും കരങ്ങൾ ഉയർത്തി വീശി. ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഇത്രയും സമയം എന്നെ കേട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. വിശേഷിച്ച് ചോദിച്ചാനും സഭയ്ക്കും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും അത്യാവശ്യമായിട്ട് ആർക്കേലും പ്രാർത്ഥിക്കണമെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം ആർക്കേലും പ്രാർത്ഥിക്കണമെങ്കിൽ മുൻപോട്ട് വന്നാൽ എളിയവൻ കൈവച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഇപ്പോൾ തോമസ് പാസം മുൻപോട്ട് കടന്നു. കരുണാസമ്പന്നനും നിത്യനും നീതിമാനുമായ ഞങ്ങൾ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധയുടെ രാത്രികാലം കർത്താവിനേകമായ ദിവസത്തെ കടന്നു വരുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും വലിയവനായ ദൈവം ഒരു സാവകാശം ഒരുക്കി തന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത് ദൈവം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ ഇന്നുവരെയും അങ്ങ് കാത്ത് പരിപാലിച്ചു. വിശേഷാൽ ഹല്ലേലൂയ, ഈ തൂക്കുപാലം പട്ടണത്തിൽ ഇങ്ങനെയൊരു കൂടി വരവ് ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. കർത്താവേ, അന്ന് മുതൽ ഇന്നുവരെയും ഈ വേലയുടെ ആരംഭം മുതൽ ഇന്നുവരെയും ദൈവത്തിന്റെ കരം കൂടിയിരുന്നു. അനേക ദൈവമക്കളെ ദൈവം ഞങ്ങൾക്ക് കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായി നൽകി തന്നു. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെയും കുടുംബങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. വിശേഷാൽ പാർശ്വയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും
കുടുംബമായി ദേശത്തെ നിലനിർത്തി ഇന്നിയോൾ അവരെ കൊണ്ട് ജയിക്കുന്ന നല്ല വേലക്കായി സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിച്ചാട് ഇന്ന് ഹല്ലേലൂയ രാത്രികാലം ഇവിടെ കേൾപ്പിച്ച എല്ലാ ആമേൻ നല്ല ഗാനങ്ങൾക്കായി സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അവരുടെ പ്രവർത്തനങ്ങളെയും ആ ടീമിനെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേക ഇടങ്ങളിൽ കടന്നുപോയി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഇവരെ നിൽപ്പാനൊക്കെ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശേഷാൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനക്കായി സ്തോത്രം. കർത്താവേ, ദൈവത്തിന്റെ വചനം അത് 30, 60, 100 മേനിയായി അല്ലെ വിളവ് തിറക്കത്തക്കതുപോലെ ഈ ദേശത്തുമേ വിതറിക്കുന്ന ഓരോ വചനങ്ങളും അതിൽ അനേകരുടെ ജീവിതത്തിന് അത് ഭാവാന്തരം രൂപാന്തരം വരുത്തി കർത്താവിന് പരിവേണ്ടി ഒരുക്കപ്പെടുവാൻ തക്കതുപോലെ ഒരു കൂട്ടം ജനം കടന്നു വരുവാൻ തക്കത് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കർത്താവ് അഭിഷേകത്താൽ നിറച്ചനായി സ്തോത്രം. കർത്താവേ, എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചാട് കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം സൗഖ്യത്തോടെ മടങ്ങി പോകുവാൻ ദൈവം സഹായിക്കണമേ. ആരെങ്കിലും നിരാശയായി വന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യാശയോടെ മടങ്ങി പോകുവാൻ ദൈവം സഹായിക്കണമേ. ആമേൻ. അടുത്തു പകലയുമായി ഞങ്ങളുടെ വചനം ശ്രമിച്ച് ആരെങ്കിലും രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹത്തോട് ഇരിപ്പുണ്ടെങ്കിൽ ഈ ദിനങ്ങളിൽ അവരെ വിളിച്ച് വേർതിരിച്ച് കർത്താവിനെ ഒരു വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലനേകത്താലും ഞങ്ങളെ നിറച്ച പ്രത്യാശയോടെ ഞങ്ങളെ അയച്ചാട്ടെ. അങ്ങനെ വരുവേണ്ടി ഞങ്ങളെ ഒരുക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിടെ പ്രാർത്ഥനകർത്തനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. നമ്മളെ അനുഗ്രഹത്തോട് നമ്മെ പറഞ്ഞയക്കാൻ സ്തോത്രം ചെയ്യാം. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ ദിവ്യ സമാധാനം അനുഗ്രഹങ്ങളും കടന്നു സർവ്വജനത്തോടും പിരിഞ്ഞു പോകുന്ന ദൈവമക്കളോടും കുടുംബങ്ങളോടും മുടക്കാത്തരോടും ദൈവനെ സൂക്ഷിച്ച കർത്താവിന്റെ ദാസനോടും ഇവിടെ കൂടി വന്ന ഏവരോടും ദൂരത്തും ചാരത്തുമാരും ഞങ്ങളുടെ തലമുറകളും കൂടെ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽ രാത്രി ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമാധാനത്തിൽ കടന്നു പോകാം. ഇവിടെ കടന്നു വന്ന് ദൈവനെ സൂക്ഷിച്ച എല്ലാ ദൈവദാസന്മാർക്കും വിശേഷാൽ ചെങ്കൽ ചൂടിൽ നിന്ന് കടന്നു വന്ന് ഈ ദേശം മുഴുവൻ കയറിയിറങ്ങി സുവിശേഷം അറിയിച്ച ദൈവമക്കളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കും.